Hello, dear students. Good morning for the new academic year. So, we have reached in our fifth semester right now. Today onwards, we will start for the classes for this fifth semester. I welcome all of you to fifth semester and as well as to the new academic year. So, here in this video, I am introducing you about the fifth semester core papers. നമുക്ക് 4 കോർ പേപ്പേഴ്സാണ് ഈ ഒരു ഫിഫ്ത്ത് സെമ്മിൽ നിങ്ങൾക്കുള്ളത്. ഒരു ഒരു ഓപ്പൺ കോഴ്സും. അപ്പോൾ 4 കോർ പേപ്പറും ഒരു ഓപ്പൺ കോഴ്സാണ് വരുന്നത്. ടോട്ടൽ 5 പേപ്പറാണ് നമുക്ക് ഈ ഒരു ഫിഫ്ത്ത് സെമ്മിലുള്ളത്. ഓക്കെ, സോ 4 കോർ പേപ്പേഴ്സ് ഏതൊക്കെയാണെന്ന് പറയാം. സോ അതിനു മുമ്പ് ഈ ഒരു ഫിഫ്ത്ത് സെമ്മിൽ ഞാൻ ഹാൻഡിൽ ചെയ്യുന്ന പേപ്പർ ലിറ്റററി തിയറി ആയിരിക്കും അലോങ് വിത്ത് സാലിം സർ. അപ്പോൾ സാലിം സറും ഞാനും ആയിരിക്കും ഈ ഒരു പേപ്പർ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യുന്നത്. സോ പേപ്പറിൻ്റെ കോഡാണ് കൊടുത്തിട്ടുള്ളത്. ENG 5B08 എന്നാണ് പേപ്പറിൻ്റെ കോഡ് വരുന്നത്. ലിറ്റററി തിയറി. ഓക്കെ, സോ ഈ ഒരു ഫിഫ്ത്ത് സെമ്മിൽ നിങ്ങൾക്കുള്ള 4 കോർ പേപ്പേഴ്സാണ് ഇവിടെ ഞാൻ കാണിക്കാൻ പോകുന്നത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. സോ ഫസ്റ്റ് വൺ, അപ്രീഷിയേറ്റിംഗ് ഡ്രാമ. ഓക്കെ, അപ്രീഷിയേറ്റിംഗ് ഡ്രാമ എന്നുള്ള ഈ ഒരു ആൻഡ് തിയേറ്റർ, ഈ ഒരു പേപ്പറാണ് ഒരു കോർ പേപ്പർ. അപ്രീഷിയേറ്റിംഗ് ഡ്രാമ ആൻഡ് തിയേറ്റർ. പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ലിറ്റററി തിയറി, ജസ്റ്റ് ടോൾ യു നോ ലിറ്റററി തിയറി. Another one, language and linguistics, a paper completely based on linguistics, the scientific study of language. Okay, then another paper that you can study with a relaxation is Indian writing in English. അപ്പോൾ ഇന്ത്യൻ റൈറ്റിംഗ്, ഇന്ത്യൻ ലിറ്ററേച്ചറാണ് അതിൽ പ്രധാനമായിട്ടും വരുന്നത്. ഓക്കെ, കഴിഞ്ഞ വർഷം ഇന്ത്യൻ ബ്ലോസം എന്നുള്ളൊരു പേപ്പർ ഉണ്ടായിരുന്നു. പക്ഷെ ആ പേപ്പറല്ല ഇത്. കംപ്ലീറ്റ് അതിലുള്ള ചാപ്റ്റേഴ്സ് എല്ലാം മാറിയിട്ടുണ്ട്. ഓക്കെ, പേര് ഏകദേശം തന്നെയാണ്, ഇന്ത്യൻ റൈറ്റിംഗ് ഇംഗ്ലീഷ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു 4 പേപ്പറുകളാണ് നമുക്ക് ഈ ഫിഫ്ത്ത് സെമസ്റ്ററിന് നിങ്ങൾക്കുള്ളത്. അതിൽ ഞാൻ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് ലിറ്റററി തിയറിയാണ് അലോങ് വിത്ത് സാലിം സർ. സോ ലിറ്റററി തിയറി എന്നുള്ള ഈ ഒരു പേപ്പറിലോട്ടാണ് ഇനി നമ്മൾ പോകുന്നത്. എന്തൊക്കെയാണ് അതിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. സോ ലിറ്റററി തിയറി കോഴ്സ് കോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ENG 5B08. ഫിഫ്ത്ത് സെമ്മറിൽ വരുന്നൊരു പേപ്പറാണ്. ഓക്കെ, 4 ക്രെഡിറ്റാണ് ഈ ഒരു പേപ്പറിനുള്ളത്. സോ ഇവിടെ എയിം ഓഫ് ദ കോഴ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. To introduce the students to the history and principles of literary theory and theory to enhance and thereby enhance the vision of students by introducing them to newest developments in theory. അപ്പോൾ സ്റ്റുഡൻസിലോട്ട് തിയറിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ഈ ഒരു പേപ്പർ വെച്ചിട്ട് ചെയ്യുന്നത്. അതുപോലെ അതിൻ്റെ തുടക്കവും അതിൻ്റെ ഹിസ്റ്ററി, അതിൻ്റെ സ്റ്റാർട്ടിങ്ങും അതിലുള്ള പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസും, അങ്ങനെ അതിലൂടെ സ്റ്റുഡൻസിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടിലേക്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് പുതിയ തിയറികൾ നമുക്ക് ഇനിയും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പുതിയ തിയറികളൊക്കെ ഇനിയും ഭാവി കാലങ്ങളിൽ വരും. സോ ഏത് തിയറിയും നമുക്ക് നമ്മുടെ ഒരു കാഴ്ചപ്പാടിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പേപ്പറിനെ പഠിക്കുന്നത്. ഓക്കെ, സോ ഒബ്ജക്റ്റീവ് ഓഫ് ദ കോഴ്സ്, കുറച്ച് ഒബ്ജക്റ്റീവ്സ് ഇവിടെ പറയുന്നുണ്ട്. ജസ്റ്റ് നോക്കാം. ടു കൾട്ടിവേറ്റ് എമംഗ് ദ സ്റ്റുഡൻസ് an understanding of important text and movements in literary history of literary theory. History of literary theory. അപ്പോൾ സ്റ്റുഡൻസിൻ്റെ ഇടയിൽ ഈ ഒരു ലിറ്റററി തിയറി, ഒരുപാട് തിയറീസ് നമുക്കുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബേസിക് ഐഡിയ, അതിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് വരാൻ വേണ്ടിയിട്ടും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും, അതുപോലെ പ്രധാനപ്പെട്ട ടെക്സ്റ്റുകളുണ്ട് ഈ ലിറ്റററി തിയറി എന്ന് പറയുന്ന ഏരിയയിൽ. ഒരുപാട് ജീനിയസുകൾ എഴുതിയിട്ടുള്ള പ്രധാനപ്പെട്ട ടെക്സ്റ്റുകളുണ്ട്. ഇപ്പോൾ TS എലിയറ്റിനെ പോലെ ഉള്ള ആളുകൾ എഴുതിയിട്ടുള്ള അങ്ങനെ ഒരുപാട് ടെക്സ്റ്റുകളുണ്ട്. അപ്പോൾ അതുപോലെ ഒരുപാട് മൂവ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പേപ്പർ നിങ്ങൾക്ക് നൽകുന്നത്.
മറ്റൊരു ഗോൾ നോക്കാം. To enhance the learners to critically approach literature and culture in the context of theory. അപ്പം നമ്മൾ സാഹിത്യം പഠിക്കുന്ന സമയത്ത് തിയറി വെച്ചിട്ടാണ് നമ്മളെ സാഹിത്യത്തിനെ അളക്കുക. ഐ മീൻ അത് നല്ലതാണോ, അതിന് ക്വാളിറ്റി ഉണ്ടോ, അത് അത്യാവശ്യം മെച്ചപ്പെട്ടൊരു സാഹിത്യ കൃതിയാണോ എന്നൊക്കെ നമ്മൾ അളക്കുന്നത്, അതിൻ്റെ അളവുകോൽ എന്നുള്ളത് തിയറിയാണ് സാഹിത്യത്തിലോട്ട് വരുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ ലിറ്ററേച്ചറിനെ നമ്മൾ കീറി മുറിച്ച് പരിശോധിക്കാൻ, അതിനെ അളക്കാൻ വേണ്ടിയിട്ട് ഈ തിയറിയിലൂടെ കുട്ടികളെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് മറ്റൊരു ഒബ്ജക്റ്റീവ്. Another objective, to enrich the students through various perspectives of thinking and critiquing the major arguments presented in theory. അപ്പോൾ ഈ ഒരു മേജർ ആർഗ്യുമെൻറ്റ്സ്, പ്രധാനപ്പെട്ട ഒരുപാട് ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാവും, ഒരുപാട് വാദങ്ങളുണ്ടാവും ഓരോ തിയറി നമ്മൾ പഠിക്കുന്ന സമയത്ത്. അപ്പോൾ ആ ആർഗ്യുമെൻറ്റ്സിലൂടെ അല്ലെങ്കിൽ ആ ആർഗ്യുമെൻറ്റ് വെച്ചിട്ട് ഒരു കുട്ടിയുടെ പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ തിങ്കിങ്, നമ്മുടെ ചിന്തയിലുള്ള നമ്മുടെ കാഴ്ചപ്പാട് അല്ലെങ്കിൽ നമ്മുടെ വിമർശനാത്മകമായ ചിന്ത, ഒരു വർക്ക്, ഒരു ലിറ്റററി വർക്കിനെ കാണുന്ന സമയത്ത് നമ്മൾ വിമർശനാത്മകമായി ചിന്തിക്കുന്നു. സോ അത് നല്ലൊരു വർക്കാണോ, എന്തുകൊണ്ട് ഇതിലിങ്ങനെ എഴുതപ്പെട്ടു, എന്തുകൊണ്ട് ഒരു ഓഥർ അങ്ങനെ അതിൽ എഴുതി, അതിൻ്റെ റീസൺ എന്താ. സോ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതിനൊരുപാട് ആർഗ്യുമെൻറ്റ്സ് നമുക്ക് ഈ തിയറികളിലുണ്ടാവും. അപ്പോൾ ആ ആർഗ്യുമെൻറ്റ്സ് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ പ്രാപ്തരാക്കാനൊക്കെയാണ് ഈ ഒരു പേപ്പർ. ആൻഡ് ടു പ്രൊമോട്ട് എ പ്ലൂറലിസ്റ്റിക് പെർസ്പെക്റ്റീവ് ഓഫ് കൾച്ചർ ആൻഡ് ലിറ്ററേച്ചർ ഇൻ എ മൾട്ടി കൾച്ചറൽ സൊസൈറ്റി. സോ നമ്മൾ ജീവിക്കുന്ന ഒരു മൾട്ടി കൾച്ചറൽ സൊസൈറ്റിയാണ്. ഒരുപാട് കൾച്ചറുകൾ നമ്മൾ കാണുന്നുണ്ട്, നമ്മൾ അനുഭവിക്കുന്നുണ്ട്, നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന സമയത്ത് നമുക്ക് ഒരു പ്ലൂറലിസ്റ്റിക് പെർസ്പെക്റ്റീവ്, വൈവിധ്യമാർന്ന അല്ലെങ്കിൽ വിവിധപരമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ നമുക്ക് അനിവാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാഴ്ചപ്പാടുകൾ ലിറ്ററേച്ചറിലൂടെ ക്രിയേറ്റ് ചെയ്യുക, തിയറിയിലൂടെ ക്രിയേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ ഒരു പേപ്പർ. ഓക്കെ, സോ ഇതിൽ നമുക്കുള്ളത് 5 മൊഡ്യൂളാണ്. ലിറ്റററി തിയറി എന്ന് പറഞ്ഞ ഈ ഒരു പേപ്പറിലുള്ളത് 5 മൊഡ്യൂൾസാണ്. ഫസ്റ്റ് മൊഡ്യൂൾ വന്ന് നോക്കുക, ലിബറൽ ഹ്യൂമനിസം വേഴ്സസ് തിയറി എന്നാണ്. സോ ലിബറൽ ഹ്യൂമനിസം എന്നുള്ളത് നമ്മുടെ പ്ലേറ്റോ സ്റ്റാർട്ടിങ്, അതിൻ്റെ ഒരു ഹിസ്റ്ററിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഐ മീൻ സ്റ്റാർട്ടിങ് മുതൽ ന്യൂ ക്രിറ്റിസിസം എന്നുള്ള സ്കൂൾ വരെയൊക്കെ അതിൻ്റെ ഇടയിലുള്ള തിയറീസും അതിൻ്റെ ഇടയിലുള്ള ക്രിട്ടിക്കൽ എലമെൻസും അതുപോലെ വിമർശനാത്മകമായിട്ട് ആരെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് ഇതിൽ വരുന്നത്. സോ ലിബറൽ ഹ്യൂമനിസം വേഴ്സസ് തിയറി, അതുപോലെ അതിനെ ബേസ് ചെയ്തിട്ടുള്ള തിയറികൾ അല്ലെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന തിയറികൾ. ഓക്കെ, തിയറികൾ ഒരുപാട് മോഡേൺ കാലഘട്ടത്തിലാണ് ഒരുപാട് തിയറീസ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് രണ്ടും തമ്മിലുള്ളൊരു പഠനമാണ് ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂളിൽ നടക്കുന്നത്. അവിടെ നിങ്ങൾക്ക് നോക്കാം, ജസ്റ്റ് ലിബറൽ ഹ്യൂമനിസം, ഡോമിനൻ്റ് ആസ്പെക്ട്സ് ഓഫ് ലിബറൽ ഹ്യൂമനിസം വിത്ത് എക്സാമ്പിൾസ്, ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ലിറ്റററി തിയറി, ഡോമിനൻ്റ് ആസ്പെക്ട് ഓഫ് ലിറ്റററി തിയറി വിത്ത് എക്സാമ്പിൾസ്. ഓക്കെ, സോ ലിറ്റററി തിയറിയും അതുപോലെ ലിബറൽ ഹ്യൂമനിസം എന്നുള്ളൊരു മേജർ ടൈറ്റിലാണ് ആ ഒരു ഭാഗത്തുള്ളത്. അതുപോലെ ലിംഗ്വിസ്റ്റിക് ടേൺ, ക്രിട്ടിക്കൽ ടേൺ, പാരഡൈം ഷിഫ്റ്റ്, ഇതൊക്കെ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളവിടെ പഠിക്കും. സെക്കൻഡ് മൊഡ്യൂൾ വരുന്നത് നോക്കുക, സ്ട്രക്ചറലിസം ആണ്. അതുപോലെ പോസ്റ്റ് സ്ട്രക്ചറലിസം എന്നുള്ളൊരു ക്രിട്ടിക്കൽ സ്കൂളാണ്. അതുപോലെ സൈക്കോ അനാലിസിസ് എന്നുള്ള മറ്റൊരു ക്രിട്ടിക്കൽ സ്കൂളാണ്. ഓക്കെ, ഇവിടെ സൈക്കോ അനാലിസിസ് ഒക്കെ നമുക്ക് അറിയാം, സിഗ്മണ്ട് ഫ്രോയിഡ് ഒക്കെയാണ് ഇതിൽ പ്രധാനമായിട്ടും വരുന്നത്. ഓക്കെ, അതിൻ്റെ അടിയിലുണ്ട് സ്ട്രക്ചറലിസം, നമ്മുടെ ഫെർഡിനാൻഡ് ഡി സസൂറ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തിയാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ സൈൻ, സിഗ്നിഫൈഡ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയാനുണ്ട്. ക്ലോഡ് ലെവി-സ്ട്രോസിൻ്റെ, റൊളാൻഡ് ബാർത്തസിൻ്റെ സ്ട്രക്ചറലിസ്റ്റ് നെറോളജി. ഓക്കെ, കുറച്ചൊരു തിയറിറ്റിക്കലായിട്ട് വേണം നമ്മൾ ഈ ഒരു പേപ്പറിനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ പോസ്റ്റ് സ്ട്രക്ചറലിസം, ജാക്കസ് ഡെറീഡ എന്നുള്ളൊരു വ്യക്തിയാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. അതിലൊരു പ്രധാനപ്പെട്ട പോയിന്റ് ലോഗോസെൻട്രിസം ആണ്. അതുപോലെ അഫോറിയ, ഡിസെൻട്രിങ് എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ ടേംസ് ആണ്. സൈക്കോ അനാലിറ്റിക് തിയറിയിലോട്ട് വരുന്ന സമയത്തും സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ, ഇഡിപ്പസ് കോംപ്ലക്സ്, അതുപോലെ ജാക്കസ് ലാക്കാൻ്റെ ഇമാജിനറി എന്ന് പറയുന്ന ഒരു തിയറി, സിംബോളിക്, റിയൽ, മിറർ സ്റ്റേജ് എന്ന് പറയുന്ന ജീവിതത്തിൻ്റെ 3 സ്റ്റേജുകളെ കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സൈക്കോ അനാലിസിസിൽ വരുന്നത്. സോ ഈ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മൊഡ്യൂളാണ് മൊഡ്യൂൾ സെക്കൻഡ്. ഓക്കെ, സോ മൊഡ്യൂൾ തേർഡിലോട്ട് പോയി നോക്കാം. മൊഡ്യൂൾ തേർഡിൽ നമുക്ക് കാണാൻ പറ്റുന്നത് മൊഡ്യൂൾ തേർഡ് മാർക്സിസം ആണ്. അതുപോലെ കൾച്ചറൽ സ്റ്റഡീസ് ആണ്. അതുപോലെ കൾച്ചറൽ മെറ്റീരിയലിസം ആൻഡ് ന്യൂ ഹിസ്റ്റോറിസിസം എല്ലാം ഒരു സോഷ്യൽ
ടച്ചുള്ള കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. മാർക്സിസം, ഓക്കെ, സോഷ്യൽ ടച്ചുള്ള ഒരു തിയറിയാണ്. അതുപോലെ കൾച്ചറൽ സ്റ്റഡീസ്, നമ്മുടെ സമൂഹത്തെ അല്ലെങ്കിൽ നമ്മുടെ കൾച്ചറിനെ കുറിച്ച് പഠിക്കുക, അതിനുള്ള ഓരോ തിയറീസ്. ഓക്കെ, ഇപ്പോൾ കൾച്ചറൽ മെറ്റീരിയലിസം, അതും ഒരു പഠന ശാഖയാണ്. ന്യൂ ഹിസ്റ്റോറിസിസം, ചരിത്രത്തിൻ്റെ ഒരു മാനദണ്ഡം വെച്ചിട്ട് നമ്മൾ ഓരോ സാഹിത്യകൃതി അനലൈസ് ചെയ്യുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ഓക്കെ, അതിലൊക്കെ ഒരുപാട് പോയിന്റ്സ് ഇവിടെ പറയുന്നുണ്ട്, ഞാനെല്ലാം വായിക്കുന്നില്ല. ജസ്റ്റ് നിങ്ങൾ ഈ ഒരു ഹെഡ്ലൈൻസ്, ഈ മൊഡ്യൂൾസ് മാത്രം ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ ആ മൊഡ്യൂളിലോട്ട് വരുന്ന സമയത്ത് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയും. ഓക്കെ, മാർക്സിസം ബേസ് എന്നുള്ള പറയുന്നത് മാർക്സിസത്തിലൊരു തിയറിയാണ്. ഐ മീൻ ബേസ് സൂപ്പർ സ്ട്രക്ചർ എന്നുള്ളത് ഒരു സൈക്ലിംഗ് ആണ്. ബേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു തൊഴിലാളി വർഗം അവർ ജോലി ചെയ്യുന്നു, എന്നിട്ട് അവർ സൂപ്പർ സ്ട്രക്ചർ, അതൊരു സർക്കിളാണ്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു സെയിം കാര്യങ്ങൾ നിങ്ങളുടെ സീനിയേഴ്സിനും പഠിക്കാനുണ്ടായിരുന്നു, പക്ഷേ അവരുടെ പേപ്പർ മെത്തഡോളജി ഓഫ് ലിറ്ററേച്ചർ എന്നായിരുന്നു. അതിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഇത്ര ഡീപ്പ് അല്ലായിരുന്നു. സോ നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീപ്പായിട്ട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഓക്കെ, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. കൾച്ചറൽ ഇൻഡസ്ട്രി, ആൻറ്റോണിയോ ഗ്രാംസ്കി എന്നുള്ളത് ഈ മാർക്സിസത്തിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. ഓക്കെ, അതുപോലെ കൾച്ചറൽ സ്റ്റഡീസ്, അതിൽ നമുക്കൊരുപാട് ന്യൂ ലെഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയൊരു ടീം, പുതിയൊരു മാർക്സിസത്തിൻ്റെ മറ്റൊരു വകഭേദമൊക്കെ അതിൽ പഠിക്കുന്നുണ്ട്. റൈമണ്ട് വില്യംസ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ സ്ട്രക്ചർ ഓഫ് ഫീലിംഗ്, അതുപോലെ സ്റ്റുവർട്ട് ഹാൾ എന്നുള്ളൊരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ പോപ്പുലർ എന്നുള്ള ടേം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. ദെൻ കൾച്ചറൽ മെറ്റീരിയലിസം ആണ്. സോ എല്ലാം അതുപോലെ ന്യൂ ഹിസ്റ്റോറിസിസം. ഓക്കെ, ഒരു സോഷ്യൽ ടച്ചുള്ള തിയറീസാണ് ആ ഒരു മൊഡ്യൂളിൽ കംപ്ലീറ്റ് ഉള്ളത്. ദെൻ ഫോർത്ത് മൊഡ്യൂളിലാണ് നമ്മൾ വരുന്നത്. ഫോർത്ത് മൊഡ്യൂളിലോട്ട് വരുന്ന സമയത്ത് ഫെമിനിസം ആൻഡ് ക്യൂർ തിയറിയാണ്. വളരെ സിമ്പിളായിട്ടുള്ള മറ്റൊരു ഏരിയയാണ്. തിയറി ആണെങ്കിലും പക്ഷേ വളരെ കുറച്ച് സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണ് ഈ ഫെമിനിസം ആൻഡ് ക്യൂർ തിയറിയൊക്കെ. ഓക്കെ, ഫെമിനിസം, 3 വേവ്സ് ഇൻ ഫെമിനിസം, ഗൈനോക്രിറ്റിസിസം, ഫ്രഞ്ച് ഫെമിനിസം, എക്രിച്ചർ ഫെമിനിൻ എന്ന് പറഞ്ഞാൽ, എക്രിച്ചർ എന്ന് പറഞ്ഞാൽ റൈറ്റിംഗ് എന്നാണ് അർത്ഥം, മീൻസ് സ്ത്രീകളുടെ എഴുത്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ഭാഗം. സെക്ഷൽ പൊളിറ്റിക്സ് എന്നുള്ളതൊരു ബുക്കാണ്. സോ അങ്ങനെയുള്ള ലെസ്ബിയൻ ഫെമിനിസം, ബ്ലാക്ക് ഫെമിനിസം, ദലിത് ഫെമിനിസം, വളരെ സിമ്പിളായിട്ടുള്ള അതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഏരിയയാണിത്. ക്യൂർ തിയറി, സോഷ്യൽ കൺസ്ട്രക്ഷൻ ഓഫ് ജെൻഡർ ആൻഡ് സെക്ഷുവാലിറ്റി, അതുപോലെ LGBTIQ, ഐ മീൻ ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷൽ, ട്രാൻസ്ജെൻഡർ സ്റ്റഡീസ്, അങ്ങനെയുള്ള ഒരുപാട് തിയറീസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള പഠന ഭാഗങ്ങളാണ് അതിൽ കംപ്ലീറ്റ് ആയിട്ട് വരുന്നത്. സോ ഓരോ മൊഡ്യൂളിലും ഓരോരോ ഏരിയാസാണ്. ഓക്കെ, സോ ഈ ഒരു മൊഡ്യൂൾ 4 കുറച്ച് സിമ്പിളാണ്, ഫെമിനിസം ആൻഡ് ക്യൂർ തിയറിയാണ്. അതുപോലെ 5ാമത്തെ മൊഡ്യൂളിലോട്ട് വരുന്ന സമയത്ത് നോക്കുക, പോസ്റ്റ് മോഡേണിസം ആണ്. ഐ മീൻ മോഡേണിസം എന്നുള്ള ഒരു ടേം, അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടം, അല്ലെങ്കിൽ ആ ഒരു മോഡേണിസം എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ, അതിനപ്പുറത്തോട്ടുള്ളൊരു സംഭവം. ഐ മീൻ പോസ്റ്റ് മോഡേണിസം. പോസ്റ്റ് കൊളോണിയലിസത്തിന് ശേഷം എന്ത് സംഭവിച്ചു, അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു പഠനശാഖയാണ് പോസ്റ്റ് കൊളോണിയലിസം. ആൻഡ് എക്കോ ക്രിറ്റിസിസം. ഓക്കെ, പ്രകൃതിയുമായിട്ട് നമ്മൾ പ്രകൃതിയെ ഒരു സബ്ജക്റ്റ് ആക്കിയിട്ട് അല്ലെങ്കിൽ പ്രകൃതിയുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നമ്മൾ തിയറിയെ പഠിക്കുന്നു, അല്ലെങ്കിൽ അത് വെച്ചിട്ട് തിയറിയെ ഉത്ഭവിപ്പിക്കുന്നു. സോ അങ്ങനെയുള്ളൊരു ഏരിയയാണ് എക്കോ ക്രിറ്റിസിസം. പ്രകൃതിയുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ലാസ്റ്റ് മൊഡ്യൂളും കുറച്ച് സിമ്പിളാണ്. ഐ മീൻ പോസ്റ്റ് മോഡേണിസവും പോസ്റ്റ് കൊളോണിയലിസം ഒക്കെ നമുക്ക് ജസ്റ്റ് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വലിയൊരു ബുദ്ധിമുട്ടില്ലാത്ത ഏരിയാസാണ്. അതിൽ വരുന്നുണ്ട് പോസ്റ്റ് കൊളോണിയലിസം, ആ പോയിന്റ് നോക്കുക, യൂറോസെൻട്രിസം. ഓക്കെ, അതുപോലെ ഓറിയൻ്റലിസം, ആൾട്ടർനിറ്റി, ഡിയാസ്ഫോറ, ഹൈബ്രിഡിറ്റി. ഓക്കെ, നല്ല രസകരമായിട്ടുള്ള കുറച്ച് ടേംസാണ് ഇതെല്ലാം. യൂറോസെൻട്രിസം, യൂറോപ്പാണ് മികച്ചത് എന്നുള്ള ആ ഒരു രീതിയിലോട്ട് കാര്യങ്ങൾ മാറുന്നു. അതുപോലെ ഓറിയൻ്റലിസം, നമ്മുടെ എഡ്വേർഡ് സെയ്ദ് എന്നുള്ള ഒരാൾ എഴുതിയിട്ടുള്ള ബുക്കാണ്. ഓക്കെ, വളരെ രസകരമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിലുള്ളത്. സബാൾട്ടൺ സ്റ്റഡീസ്, അതുപോലെ പോസ്റ്റ് കൊളോണിയൽ ക്രിട്ടിക് ഓഫ് നേഷണലിസം. ഓക്കെ, സബാൾട്ടണൊക്കെ വളരെ രസകരമാണ്. അതിൽ തന്നെ അടുത്തൊരു പോയിന്റ് പോസ്റ്റ് മോഡേണിസം ആണ്. ഓക്കെ, പോസ്റ്റ് മോഡേണിസത്തിൽ തന്നെ ഒരുപാട് ഹേബർമാൻ്റെ തിയറിക്ക് വരുന്നുണ്ട്. ഹേബർമാൻ എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് പോസ്റ്റ് മോഡേണിസത്തിൽ. അദ്ദേഹത്തിൻ്റെ തിയറീസും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളൊക്കെയാണ് വരുന്നത്. അതുപോലെ ലിറ്റാർട്ടിൻ്റെ കൺസെപ്റ്റുകളും അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. അതുപോലെ ജീൻ ബോഡ്രിലാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു വ്യക്തിയുണ്ട്, അദ്ദേഹത്തിൻ്റെയും കുറച്ച് ആശയങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. ജീൻ ബോഡ്രിലാർഡ് കുറച്ച് ഫേമസ് ആണ്, കാരണം അദ്ദേഹം സിമുലാക്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്കൊക്കെ എഴുതിയിട്ട് കുറച്ചൊക്കെ അറിയപ്പെട്ടുള്ളൊരു വ്യക്തിയാണ്. ഓക്കെ, നമ്മൾ ജീവിക്കുന്നത് ഇമാജിനറി ലൈഫിലാണെന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരു തിയറിയാണ്.
സോ അദ്ദേഹത്തിൻ്റെ സിമുലാക്ര ആൻഡ് ഹൈപ്പർ റിയാലിറ്റിയൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, സോ മറ്റൊരു രസകരമായിട്ടുള്ള ഏരിയ ആണ് ഇതെല്ലാം. ഈ സിമുലാക്ര ഹൈപ്പർ റിയാലിറ്റിയൊക്കെ ഭയങ്കര രസകരമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഏരിയാസാണ്. ദെൻ അനദർ പോയിന്റ് എക്കോ ക്രിറ്റിസിസം ആണ്, ആന്ത്രോപോസെൻട്രിസം, അതുപോലെ ഷാലോ എക്കോളജി വിയസ് ഡീപ്പ് എക്കോളജി, എൻവിറോൺമെൻറ്റൽ ഇമാജിനേഷൻ, എക്കോ ഫെമിനിസം. സോ എല്ലാം ഡീപ്പ്, എന്താ പറയുക, വളരെ സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ് എക്കോ ഫെമിനിസം, എക്കോ ക്രിറ്റിസിസം. ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പേപ്പറിൽ വരുന്നത്. ലിറ്റററി തിയറി ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, പക്ഷേ പറ്റ ഡീപ്പായിട്ടൊന്നും നമുക്ക് പോകണ്ടാവില്ല, കാരണം നിങ്ങളുടെ ടെക്സ്റ്റ് ഇറങ്ങിയിട്ടില്ല. ആ ടെക്സ്റ്റിൽ മിക്കവാറും അതൊരു ബേസ് ലെവലിലാണ് നമുക്ക് പഠിക്കാനുണ്ടാവുള്ളൂ. ഓക്കെ, സോ എനിവേ ഈ 5 മൊഡ്യൂളാണ് നമുക്ക് ഈ ഒരു ലിറ്റററി തിയറി എന്നുള്ളൊരു ഈ പേപ്പറിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. സോ നമ്മൾ അടുത്ത ക്ലാസ് മുതൽ ഇതിൻ്റെ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. അടുത്ത ക്ലാസ് മുതൽ നമ്മൾ പഠിക്കും. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്, ഐ മീൻ 4th സെമ്മിൻ്റെ ചില കാര്യങ്ങൾ ബാക്കിയുണ്ടാവും. ഇപ്പോൾ അപ്രീഷിയേറ്റിംഗ് ഫിക്ഷനിൽ ഞാൻ എടുക്കുന്ന എനിക്ക് 2 ഷോർട്ട് സ്റ്റോറി അവിടെ എടുക്കാനുണ്ട്. സോ അതെല്ലാം നമ്മളിതിൻ്റെ ഇടയിൽ കവർ ചെയ്യും. ഓക്കെ, യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് ദാറ്റ്. ഓക്കെ, മേ ബി അത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഈ ഒരു പേപ്പറിലോട്ട് പോവുള്ളൂ, അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിലൂടെ നമുക്ക് കവർ ചെയ്യാം. ഓക്കെ, ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം, ബിക്കോസ് അതൊരു ഷോർട്ട് സ്റ്റോറി ആയതുകൊണ്ട് തന്നെ നമുക്ക് രസകരമായിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സംഭവമാണ്, റിലാക്സ് ചെയ്ത് പഠിക്കാൻ പറ്റിയിട്ടുള്ളൊരു സംഭവമാണ്. ഓക്കെ, പക്ഷേ തിയറിയിലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ കുറച്ചൊരു സീരിയസ്നെസ് കാണിക്കണം. ഓക്കെ, പറ്റ ഉഴപ്പിയിട്ട് ഈ ഒരു പേപ്പറിന് അപ്രോച്ച് ചെയ്യരുത്. കുറച്ചൊരു സീരിയസ്നെസ് കാണിച്ചിട്ട് വേണം നിങ്ങൾ ഈ ഒരു പേപ്പർ പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, എനിവേ എല്ലാവർക്കും പുതിയ ഒരു അക്കാഡമിക് ഇയർ, ഒരു പുതിയ ഒരു പ്രതീക്ഷയുടെ ഒരു അക്കാഡമിക് ഇയർ നേരുന്നു. ഹാപ്പി എ ന്യൂ അക്കാഡമിക് ഇയർ വിത്ത് ദിസ് 5th semester syllabus. Okay, anyway, see you for another meeting.